നിങ്ങൾ യുവതി പ്രവേശനം നടത്തിയപ്പോ വിശ്വാസികൾക്കില്ലാത്ത താല്പര്യം കാണിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു അമ്മണിമാരെ നിങ്ങൾ കയറ്റിക്കൊണ്ടുപോയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റഹ്മ ഫാത്തിമക്കാരെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയത്? ആരെയാണ് നിങ്ങൾ അയ്യപ്പ സംഗമത്തിൽ വിളിക്കാൻ പോകുന്നത്? അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത സ്വരാജനെയാണോ? കടിക്കാവെള്ളം കുടിപ്പിച്ച സീമയെയാണോ? അതോ അടിവസ്ത്രമിട്ടിട്ടില്ലെന്ന് പറഞ്ഞ ബ്രാഹ്മണരെ കളിയാക്കാൻ വേണ്ടി എടുത്ത തിരുമേനിമാരെ കളിയാക്കിയ സുധാകരനെയാണോ? അതോ പെണ്ണുങ്ങളെ കാണാനാണ് അമ്പലം തുറന്നിരിക്കുന്നെന്ന് പറഞ്ഞ ശ്രീമതിയെയാണോ? ആരെയാണ് സാർ നിങ്ങൾ അയ്യപ്പ സംഗമത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിളിക്കാൻ? ഫ്ലാഷ് ബാക്ക്. അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് 2200ഓളം കേസെടുത്ത് 4000 ചില്ലറ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഈ തെരുവീതികളിൽ മുഴുവൻ അമ്മമാർ ഭക്തജനങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ നടത്തിയതിന്, ഭജന പാടിയതിന് അവർക്ക് നേരെ ലാത്തി വീശി അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി അവർക്ക് നേരെ കേസെടുത്ത അതേ സർക്കാരിന്റെ പ്രതിനിധി പറയുന്നു അയ്യപ്പ സംഗമം നടത്തുന്നതിൽ വിരോധം BJPക്കാണെന്ന്. അങ്ങ് പറയുന്ന കാര്യത്തിനെയാണ് പറയേണ്ടത് വിരോധാഭാസം എന്ന് പറയപ്പെടുന്നത്. അമ്പലത്തിന്റെ അകത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളി കഴിഞ്ഞ് എന്നാലും സ്ത്രീകൾ മുങ്ങിക്കുളിച്ച് സ്ത്രീകളുടെ ശരീരം കൃത്യമായി അമ്പലത്തിന്റെ ആളുകൾക്ക് കാണുന്ന പോലെ പ്രകടിപ്പിക്കണം. അതാണ് ഇവരുടെ അഭ്യാസം. പറഞ്ഞതാരാ? ശ്രീമതി ടീച്ചർ. എവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. രണ്ടാമത് NSS ഇതിനെ എതിർക്കുന്നു. NSS മാടമ്പികളുടെ കൂടെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. മാടമ്പിത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പറഞ്ഞതാരാണ്? കോടിയേരി ബാലകൃഷ്ണൻ. പുനഃപരിശോധനാ ഹർജിയെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനവുമില്ല. ഞങ്ങൾ പൗരിപൂർണമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും. പറഞ്ഞതാരാണ്? പിണറായി വിജയൻ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അയ്യപ്പ സ്വാമി പെണ്ണുങ്ങൾ കയറിയിരിക്കുന്നു, യുവതികൾ കയറിയിരിക്കുന്നു, അയ്യപ്പ സ്വാമിയുടെ ബ്രഹ്മചാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഓൻ കല്യാണം കഴിക്കണം. പറഞ്ഞതാരാ? M സ്വരാജ്. കടുക്കവെള്ളം കുടിപ്പിക്കണം അയ്യപ്പനെ പെണ്ണുങ്ങളെ കണ്ടാൽ വികാരം കൂടുന്നുണ്ടെങ്കിൽ. പറഞ്ഞതാരാ? TN സീമ. അതേപോലെ തന്നെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അയ്യപ്പ ഭക്തിമൂത്ത് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കിക്കൂടെ? ഇവർക്ക് എന്തിനാണ് ശബരിമല വിഷയത്തിൽ ഇവർക്ക് എന്തായിരുന്നു ഇവരുടെ തീരുമാനം? പിന്നെ പ്രായശ്ചിത്തം ചെയ്തെന്ന് പറഞ്ഞു. 2019 തോറ്റു തുന്നം പാടിയപ്പോഴേ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീടാന്തരം കയറി ഇറങ്ങി തെറ്റുപറ്റിയേ എന്ന് വിളിച്ച് പറഞ്ഞു പോയ പാർട്ടിയുടെ പേരാണ് CPIM. അത് CPM-ന്റെ പ്രതിനിധി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം?